ഒരിക്കലൊരു ടൂറിസ്റ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു ദേശത്തെ കടൽ തീരത്തേക്ക് എത്തി. അന്നേരം അവിടുത്തെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാളെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇതാണ് ഇവിടുത്തെ ബാങ്കറിൻ്റെ യാച്ച്, ഇതാണ് ഇവിടുത്തെ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ യാച്ച്, ഇതാണ് ഇവിടുത്തെ ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ യാച്ച്. അന്നേരം ഈ ടൂറിസ്റ്റ് വളരെയധികം കൗതുകത്തോടെ ചോദിച്ചു, നിങ്ങളിവിടെ എനിക്ക് ബാങ്കറിൻ്റെ യാച്ച് കാണിച്ചു തന്നു, ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ യാച്ച് കാണിച്ചു തന്നു, എങ്കിൽ പിന്നെ ഇവരുടെ എല്ലാം കസ്റ്റമേഴ്സിൻ്റെ യാച്ച് എവിടെയാണ്? ഇത് കേട്ട് അവിടുത്തെ ആളുകൾ ചിരിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ഈ കസ്റ്റമേഴ്സ് ഒന്നും തന്നെ ഒരിക്കൽ പോലും സമ്പന്നരാവാനായിട്ട് പോകുന്നില്ല, പിന്നെ അവർക്ക് എങ്ങനെയാണ് ഒരു യാച്ച് ഉണ്ടായിരിക്കുക? 1940 പുറത്തിറക്കിയ പുസ്തകമാണ് വേർ ആർ ദ കസ്റ്റമേഴ്സ് യാച്ച്. എങ്കിൽ പോലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു സ്റ്റാറ്റസിന് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. എല്ലായ്പ്പോഴും ബാങ്കേഴ്സും ഇൻഷുറൻസ് ഏജൻസും സ്റ്റോക്ക് ബ്രോക്കേഴ്സും എല്ലാമാണ് സമ്പന്നരായി കാണാറ്, ഒരിക്കലും അവരുടെ കസ്റ്റമേഴ്സ് അല്ല. എന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തികൾ അവസാനം വരെയും മിഡിൽ ക്ലാസ്സിൽ തന്നെ തുടരുന്നു. അവർക്കൊരിക്കലും ആ ഒരു സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തികൾ മിഡിൽ ക്ലാസ്സിൽ തന്നെ തുടരുന്നത്? റിച്ച് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തികൾ ചെയ്യാതിരിക്കുന്നത്? ലെറ്റ്സ് സീ. നമ്പർ 5, നോട്ട് ഇൻവെസ്റ്റിംഗ് അറ്റ് ദ റൈറ്റ് ടൈം. ഒരു വനത്തിനകത്ത് 3 എലികളുണ്ടായിരുന്നു. അതിൽ ഓരോ എലിയും ഓരോ ദിവസവും 3 ചീസ് വീതം കളക്ട് ചെയ്യും. ഇതിൽ ആദ്യത്തെ എലി ചെയ്യുന്നത് എന്താണെന്നാൽ ഈ ഒരു ചീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കഴിക്കും. രണ്ടാമത്തെ എലി ചെയ്യുന്നത് എന്താണെന്നാൽ ആ ചീസിലെ ആവശ്യമുള്ളത് കഴിക്കും. അതിനുശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അതേസമയം മൂന്നാമത്തെ എലി എന്താണ് ചെയ്യുന്നതെന്നാൽ അത് ആദ്യം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷമായിരിക്കും വിശപ്പടക്കാനായിട്ട് ആവശ്യമുള്ളത് ആ ഒരു എലി കഴിക്കുക. അന്നേരം ഈ ആദ്യത്തെ 2 എലിയും ഈ മൂന്നാമത്തെ എലിയെ ഒരുപാട് കളിയാക്കും, ഒരുപാട് പിശുക്കനാണെന്ന് വിളിച്ചുകൊണ്ട്. അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു വനത്തിൽ ഒരുപാട് മഞ്ഞ് കൂടാനായിട്ട് തുടങ്ങി. അന്നേരം എലികൾക്കൊന്നും തന്നെ ഭക്ഷണം ലഭിക്കാത്തൊരു കണ്ടീഷനായി. അന്നേരം ഈ ആദ്യത്തെ 2 എലിയും മൂന്നാമത്തെ എലിയുടെ അടുത്തേക്ക് എത്തി. ഈ ഒരു മൂന്നാമത്തെ എലിയുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് അവർക്ക് കാണാനായിട്ട് സാധിച്ചത് ഈ ഒരു എലി സ്റ്റോർ ചെയ്ത് വെച്ച ഒരുപാട് ചീസാണ്. ബുദ്ധിമുട്ടുള്ള സമയത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചതാണ് ഈ ഒരു മൂന്നാമത്തെ എലിക്ക് ഹെൽപ്ഫുള്ളായത്. ഇതേ സെയിം മിസ്റ്റേക്ക് തന്നെയാണ് മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തികൾ ഇൻവെസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് സേവിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പവർഫുൾ പ്രോസസ്സാണ്. എന്നാൽ ഈ ഇൻവെസ്റ്റിംഗ് നടത്തേണ്ടതിന് അതിൻ്റേതായ ഒരു സമയമുണ്ട്. നമുക്കറിയാം, ഇൻവെസ്റ്റിങ്ങിൽ നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക കോമ്പൗണ്ടിങ്ങിലൂടെയാണ്. ഈ ഒരു കോമ്പൗണ്ടിങ്ങിന് സമയമെടുക്കും. ഈ ഒരു സമയം നമുക്ക് നൽകാനായിട്ട് സാധിക്കണം. ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 25 വയസ്സിന് മുൻപാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നാൽ തനിക്ക് ഇനിയും റിട്ടയർമെൻറ്റിന് വേണ്ടി ഒരുപാട് സമയമുണ്ട്, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ട ആവശ്യം എന്താണെന്നാണ്. ഒരാൾ വളരെ ചെറിയ ഏജിൽ തന്നെ, അതായത് 20കളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാൽ അയാൾക്ക് ചെറിയൊരു എമൗണ്ട് വെച്ച് തന്നെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഈ ഒരു ചെറിയ എമൗണ്ടിനെ കോമ്പൗണ്ട് ചെയ്യാനായിട്ട് വിട്ടാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഏജിൽ അയാൾക്ക് ബാധ്യതകൾ വളരെയധികം കുറവായിരിക്കും. ഒരാൾ 30 വയസ്സിലാണ് തൻ്റെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 20 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് ആവശ്യമായിട്ട് വരും. അതേസമയം ഒരാൾ 40 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഇനിയും കൂടുതൽ എമൗണ്ട് ആവശ്യമായിട്ട് വരും. എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റിംഗ് വൈകിപ്പിക്കുന്നോ അയാൾക്ക് അത്രയും കൂടുതൽ എമൗണ്ട് യൂസ് ചെയ്യേണ്ടതായിട്ടും വരും. അതേസമയം കോമ്പൗണ്ടിങ്ങിൻ്റെ സമയം അദ്ദേഹത്തിന് കുറവേ ലഭിക്കുകയുള്ളൂ താനും. ഈ ഒരു കോൺസെപ്റ്റിനെ എക്സാമ്പിൾ അടക്കം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് ഈ വീഡിയോ കാണാം. നമ്പർ 4, ടേക്കിംഗ് ഔട്ട് ഹ്യൂജ് കാർ ലോൺ. മിഡിൽ ക്ലാസ് ഉള്ളവർ ചെയ്യുന്ന രണ്ടാമത്തെ വലിയൊരു മിസ്റ്റേക്കാണ് അവരുടെ വീടിനെയും അതുപോലെ തന്നെ കാറിനെയും ഒരു അസറ്റായിട്ട് കാണുക എന്നുള്ളത്. വീടും അതുപോലെ തന്നെ ഒരു കാറും ഒരിക്കലും ഒരു അസറ്റല്ല, പകരം ഒരു ലയബിലിറ്റിയാണ്. അതൊരു അസറ്റായിട്ട് മാറുന്നത് എപ്പോഴാണെന്നാൽ വീട് റെൻറ്റിന് കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ കാറ് വാടകയ്ക്ക് ഓടുന്ന സമയത്തും മാത്രമായിരിക്കും. അതല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ ഇത് രണ്ടും ഒരു ലയബിലിറ്റിയാണ്. കാറിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ പർച്ചേസ് കോസ്റ്റ് മാത്രമല്ല നോക്കേണ്ടത്, എത്രത്തോളം വലിയ കാറാണോ എടുക്കുന്നത് അത്രയും അതിൻ്റെ ഇൻഷുറൻസ് കോസ്റ്റ് കൂടും, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും, ഫ്യൂവലിൻ്റെ കോസ്റ്റും കൂടിക്കൊണ്ടുവരികയാണ്. അതിനോടൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അസറ്റാണത്. വാങ്ങിച്ചതിന് ശേഷം പിന്നീട് ഉപയോഗിച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പകുതി വിലയെ ലഭിക്കാനായിട്ട് പോകുന്നുള്ളൂ. ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് യൂസ്ഡ് കാർസ് വാങ്ങുന്നത് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ കാർസിൻ്റെ അത്രയും ഡിപ്രീസിയേഷൻ യൂസ്ഡ് കാർസിന് വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്നാൽ അതിനുശേഷം നല്ലൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ കാർ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നാൽ അതേസമയം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പുതിയ കാറ് ഫൈനാൻസിൽ എടുത്തുകൊണ്ടാണ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ വളരെ വലിയൊരു മണി ട്രാപ്പിലായിരിക്കും ചെന്ന് കിടക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പാർട്ടിക്കുലർ മിസ്റ്റേക്ക് ഒരുപാട് ആളുകൾ ചെയ്യുന്നതുമാണ്. ഫൈനാൻസ് ചെയ്യുന്നതിൽ ഏറ്റവും വേഴ്സ്റ്റ് ചോയ്സ് ആയിരിക്കും ഒരു കാറ്, എസ്പെഷ്യലി അതൊരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുന്ന സമയത്ത്. എന്നാൽ അതേസമയം മുഴുവൻ മണിയും സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ബ്രാൻഡ് ന്യൂ കാർ വാങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു പൊസിഷനിലാണ് ഒരു വ്യക്തി നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ അയാൾക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഫൈനാൻഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനാണത്. നമ്പർ 3, ഗോയിങ് ഇൻ ടു സ്റ്റുഡൻറ്റ് ലോൺ.
ഒരാൾ വെൽത്ത് ജനറേറ്റ് ചെയ്ത് തുടങ്ങുന്നത് അയാൾ തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും. എങ്കിൽ പോലും ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഒരാൾ ഡെപ്റ്റിലാവുന്നുണ്ടെങ്കിൽ അത് ഈ സ്റ്റുഡൻറ്റ് ലോൺ കാരണമായിരിക്കും. കോളേജിന് വേണ്ടിയായിരിക്കും വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് ലോൺ എടുക്കുക. എങ്കിൽ പോലും കോളേജിൽ പഠിച്ച് കുറച്ച് എത്തുന്ന സമയത്തായിരിക്കും അവർ തിരിച്ചറിയുക തനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ആ ഒരു സ്റ്റേജിൽ അയാൾക്ക് തൻ്റെ കരിയർ ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. ഭൂരിഭാഗം ആളുകളും തൻ്റെ കരിയറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക പഠിച്ച കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കില്ല. എങ്കിൽ പോലും ഈ ഒരു സ്റ്റുഡൻറ്റ് ലോൺ ജീവിതകാലം മുഴുവൻ അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ അതേസമയം ഒരാൾ എടുക്കുന്നത് ഒരു ബിസിനസ് ലോൺ ആണെങ്കിൽ ആ ഒരു ബിസിനസ് പൊളിയുന്ന സമയത്ത് പോലും അയാൾക്ക് ബാങ്ക്രപ്റ്റ് ആയിക്കൊണ്ട് പുറത്തു വരാനായിട്ട് സാധിക്കും. എന്നാൽ അതുപോലെയല്ല ഈ സ്റ്റുഡൻറ്റ് ലോൺ. പല രീതിയിലാണ് ഒരാൾ ഈ ഒരു സ്റ്റുഡൻറ്റ് ലോൺ എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫൈനാൻഷ്യലി ഇൻ്റലിജൻ്റ് അല്ലാത്തൊരു സമയത്തായിരിക്കും ഈ ഒരു സ്റ്റുഡൻറ്റ് ലോൺ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവുക. സ്റ്റുഡൻറ്റ് ലോൺ എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റും പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു ഡിഗ്രി ലഭിക്കാനായിട്ട് അയാൾ എത്രത്തോളം ചിലവാക്കുന്നുണ്ടെന്നും അതിനുശേഷം പിന്നീട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലവാക്കിയ പൈസയെ കവർ ചെയ്യണമെങ്കിൽ എത്രത്തോളം സാലറി ആയിട്ട് വേണമെന്നും. ഒരു പ്രൈവറ്റ് കോളേജിൽ 4 വർഷം ഹോസ്റ്റൽ ഫീസോട് കൂടി പഠിക്കണമെങ്കിൽ റഫ്ലി 10 ലക്ഷം രൂപയുടെ ചിലവ് വരും. എന്നാൽ അതിനുശേഷം 25,000 രൂപ സാലറി ലഭിക്കുന്ന ഒരു ജോലിയാണുള്ളതെങ്കിലോ മറ്റുള്ള എല്ലാ എക്സ്പെൻസും കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഈ ഒരു 10 ലക്ഷത്തെ ഈ സാലറി യൂസ് ചെയ്തുകൊണ്ട് കവർ ചെയ്യണമെങ്കിൽ വർഷങ്ങളെടുക്കും. എങ്കിൽ പിന്നെ ഈ ഒരു മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണെങ്കിൽ മണ്ടത്തരമാണെന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു രീതിയിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 2, വർക്കിംഗ് ഫോർ ലെസ് ദാൻ വാട്ട് യു ആർ ആക്ച്വലി വർത്ത്. എന്തിൻ്റെ ബേസിസിലായിരിക്കും ഒരു കമ്പനിയിലെ ബോസ് അയാളുടെ എംപ്ലോയീസിന് സാലറി നൽകാനായിട്ട് പോകുന്നത്? എത്ര എമൗണ്ട് കൊടുത്താലാണോ ഒരു എംപ്ലോയി ആ ഒരു കമ്പനി ഉപേക്ഷിച്ച് പോവാതിരിക്കുക അത്രയും എമൗണ്ട് കൊടുത്തുകൊണ്ടായിരിക്കും ആ ഒരു ബോസ് ആ ഒരു എംപ്ലോയിനെ ആ ഒരു കമ്പനിയിൽ നിർത്താനായിട്ട് പോകുന്നത്. അതല്ലാതെ ആ ഒരു എംപ്ലോയി ആ ഒരു ജോലിക്ക് വേണ്ടി എത്രത്തോളം വർത്തിയാണോ ആ ഒരു എമൗണ്ട് ആയിരിക്കില്ല അയാൾ റിസീവ് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ ഒരു എംപ്ലോയിയുടെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? എത്ര എമൗണ്ട് സാലറി ആയിട്ട് ലഭിച്ചാലാണോ ആ ഒരു കമ്പനി തന്നെ ഒഴിവാക്കാതിരിക്കുക ആ ഒരു എമൗണ്ട് ആയിരിക്കും അയാൾ സാലറി ആയിട്ട് റിസീവ് ചെയ്യുക. കുറച്ച് നാളത്തെ എക്സ്പീരിയൻസിന് ശേഷം ആ ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ ലഭിക്കും, സാലറിയിൽ കുറച്ച് ഹൈക്ക് ലഭിക്കും. എങ്കിൽ പോലും ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ സാലറി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അതിനെ ഒരു പ്രോഫിറ്റബിൾ ഔട്ട്കം ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതുപോലുള്ള കണ്ടീഷനിൽ ഒരു എംപ്ലോയിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്താണെന്നാൽ ഒരു സാലറി ഹൈക്കിന് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഫക്റ്റീവായിട്ട് തൻ്റെ വർത്തിനെസ് പ്രൂവ് ചെയ്തുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്ക് ലഭിക്കുന്നതുമാണ്. കാരണം എന്താണെന്നാൽ ആ ഒരു കണ്ടീഷനിൽ ആ ഒരു കമ്പനിക്കും ഇയാളെ ഒഴിവാക്കാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരിക്കില്ല. നമ്പർ 1, ഹാവിങ് ഓൺലി 1 ഇൻകം സ്ട്രീം ത്രൂ ഔട്ട് ദ ലൈഫ്. ഒരു ആവറേജ് മില്യനർക്ക് 7 ഇൻകം സ്ട്രീമെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം ഒരു മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തിക്ക് അതല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തിക്ക് ഒരൊറ്റ ഇൻകം സ്ട്രീം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ ജോലി. ഭൂരിഭാഗം ആളുകളുടെ കേസ് എടുക്കുന്ന സമയത്തും ഈ ഒരു ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ഇൻകത്തിലൂടെ കുറച്ചൊന്ന് സേവ് ചെയ്ത് വെക്കുക, അതിലൂടെ പിന്നീട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു കണ്ടീഷനിൽ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തിക്ക് തൻ്റെ സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മുകളിലോട്ട് ഉയരാനായിട്ട് സാധിക്കുക? തീർത്തും ഇമ്പോസിബിൾ ആയിരിക്കും അത്. കരിയറിൻ്റെ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും പാസീവ് ഇൻകം സ്ട്രീംസ് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഈ ഒരു പാസീവ് ഇൻകം സ്ട്രീംസ് ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യാത്ത സമയത്ത് പോലും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് നൽകുക. റിച്ചസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ ആ ഒരു പോയിന്റിൽ എത്താനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവർ സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അതേസമയം മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തികൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക പൈസയ്ക്കായിരിക്കും. അതുകൊണ്ട് ഈ പൈസ ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട് സമയത്തെ ആയിരിക്കും ഭൂരിഭാഗവും വേസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം സക്സസ്ഫുൾ മെൻറ്റാലിറ്റിയുള്ള ഒരാൾ ഇതേ സമയത്തിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ജനറേറ്റ് ചെയ്യും. ഈ ഒരു വ്യത്യാസമായിരിക്കും ഉണ്ടാവുക ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയും അതുപോലെ തന്നെ ഒരു റിച്ച് ആയിട്ടുള്ള വ്യക്തിയും തമ്മിൽ. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം.